പറയുന്നു. ആർക്ക്? അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ അതാ മൊഴി നൽകുകയാണ്. ഹമൽതുഹു ഖബ്ല അൻ തഹ്മില വവളഅതുഹു ഖബ്ല അൻ തളഅ. ഹമൽതുഹു ഖബ്ല അൻ തഹ്മില. ഇവൾക്കിപ്പോ കാര്യമായിട്ട് എന്റെ കുട്ടിയെ പറ്റി പറയാൻ അവിടെ എത്തിയല്ലോ തർക്കം. കുട്ടിമേളി ഇവർക്ക് പാകെ പറയാനുള്ള ഗർഭം ചുമന്ന് പ്രസവിച്ചു എന്നാണ്. ഓള് ഗർഭം ചുമക്കുന്നതിന് മുമ്പ് ഞാനാ ഗർഭം ചുമന്നത്. ഹമൽതുഹു ഖബ്ല അൻ തഹ്മില. വിഷയങ്ങൾക്ക് തിരിയുണ്ടാവും. ഹമൽതുഹു, ഞാനാണ് ഈ കുട്ടിയെ ഗർഭം ചുമന്നത്. ഖബ്ല അൻ തഹ്മിലഹു, അവൾ ഗർഭം ചുമക്കുന്നതിന്റെ മുമ്പ്. വവളഅതുഹു, ഞാനാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. ഖബ്ല അൻ തളഅഹു, അവൾ പ്രസവിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞപ്പോ ഇതാകെ പെട്ടുപോയല്ലോ. സംഗതി ശരിയാണ്. ഇപ്പൊ ഇയാൾ ഈ അവകാശപ്പെടുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഗർഭം ചുമക്കുക എന്നാണ് ഈ ബീജം, ഇയാളുടെ ബീജാണ് ഈ കുഞ്ഞ്. ഈ ബീജം ഞാനായിരുന്നു ഏറ്റി നടന്നിരുന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഇതാ ഗർഭം ചുമന്നു പറഞ്ഞു, പ്രസവിച്ചു എന്ന് പറഞ്ഞത് ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ഇത് നിക്ഷേപിച്ചതിനെ കുറിച്ച് അയാൾ പറയുന്നത്. പ്രസവം, ഇയാളുടെ സ്ഖലനത്തെക്കുറിച്ചാണ്. എങ്കിൽ പെണ്ണ് ഉടനെ തന്നെ അതിന് മറുപടി പറഞ്ഞു. അമീറുൽ മുഅ്മിനോട് അവസരം ചോദിച്ചു, അവസരം കൊടുത്തു. ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, ശരിയാണ് അയാൾ പറഞ്ഞത്. അയാളാണ് എന്റെ മുമ്പ് ഗർഭം ചുമന്നത്, അയാളാണ് എന്റെ മുമ്പ് പ്രസവിച്ചത്. പക്ഷേ പക്ഷേ അയ്യുഹൽ അമീർ ഹമലഹു ഖിഫാ വഹമൽതുഹു സിഖലാ വവളഅഹു ശഹവതൻ വവളഅതുഹു കുർഹാ. ഹമലഹു ഖിഫാ, അയാളത് ഗർഭം ചുമക്കുമ്പോ തീരെ എടുക്കാൻ മാത്രമില്ല, വളരെ കട്ടി കുറഞ്ഞ ഒരു സാധനമാണ് അയാൾ ഏറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ വഹമൽതുഹു സിഖലാ, ഞാൻ ആ കുഞ്ഞിനെ ഗർഭം ചുമക്കുമ്പം അത് എടുക്കാൻ മാത്രമുള്ള ഒരു ലോഡാണ്. വഹമൽതുഹു സിഖലാ, മാസം തോറും അതിങ്ങനെ വലുതായി വരികയാണ്. ഞാനത് ശരിക്കും ഏറ്റീന്. പിന്നെ അയാൾ ആകെ പറയണപ്പോ അയാളുടെ പ്രസവാണ്. വവളഅഹു ശഹ്വാ, അയാളുടെ പ്രസവം തന്നെ അയാൾക്ക് ആനന്ദമായിരുന്നു. നല്ല സുഖമനുഭവിച്ചാണ് അയാൾ പ്രസവിച്ചത്. വവളഅതുഹു കുർഹാ, എന്റെ പ്രസവം തികച്ചും പ്രയാസമേറിയ പ്രസവമായിരുന്നു. ഇത് ശരിയാണല്ലോ. ആണുങ്ങൾക്ക് ഇടക്കിടക്ക് പ്രസവിച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന പ്രസവമാണ്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് നല്ല പ്രയാസമുള്ള പ്രസവമാണ്. വവളഅതുഹു കുർഹാ, ഞാൻ അവനെ പ്രസവിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് പ്രസവിച്ചത്. എന്നാൽ അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇത് തമ്മിലുള്ള അന്തരം. അയാൾ ഗർഭം ചുമന്നു, അയാൾ പ്രസവിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു വാദത്തിന് വേണ്ടി. പക്ഷേ രണ്ടും തമ്മിൽ, രാവും പകലും തമ്മിലുള്ള അന്തരമുണ്ട്. ഇനി പോവട്ടെ, ഇനി ഞാൻ അവകാശപ്പെടുന്നത് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? വലഖദ് കാന ബത്നീ വിആ വഹിജ്രി ഫിനാഅ വസദീ സിഖാഅ. വലഖദ് കാന ബത്നീ, എന്റെ വയറായിരുന്നു. വിആഅഹു, ആ കുട്ടിയുടെ പാത്രമായിരുന്നു. എന്റെ വയറിലാണ് ആ കുഞ്ഞിരുന്നത്. ആ കുഞ്ഞന്റെ പാത്രമായിരുന്നു എന്റെ വയറ്. വഹിജ്രി ഫിനാഅ, എന്റെ മടിത്തട്ടായിരുന്നു അവന്റെ മുറ്റം. അവൻ കക്കൂസാക്കിയിരുന്നത് എന്റെ മടിത്തട്ടില. അവിടെയാണ് അവൻ കാട്ടിച്ചത്, അവിടെയാണ് അവൻ മൂത്രിച്ചത്, അവിടെയാണ് അവൻ കളിച്ചതും ചിരിച്ചതും വളർന്നതുമൊക്കെ. വഹിജ്രി ഫിനാഅ, എന്റെ മടിത്തട്ടാണ് അവന്റെ വിശാലമായ മുറ്റം. വസദീ സിഖാഅ, എന്റെ സ്ഥനമാണ്, എന്റെ മുലയാണ്. സിഖാഅഹു, അവന്റെ ഏത് കുടിവെള്ളം, അവന്റെ സിഖാഅഹു, അവന്റെ വാട്ടർ ബോട്ടില്, അവൻ വെള്ളം കുടിച്ചിരുന്ന പാത്രം, അത് എന്റെ മുലയായിരുന്നു. ഇതൊക്കെ അവകാശപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അവകാശപ്പെടട്ടെ. ഫഖാല സിയാദ്, അപ്പോ കോർട്ടിൽ നിന്ന് സിയാദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു. എന്തേ പറഞ്ഞത്? സ്വദഖ്തി വ അൻതിൽ അഹഖു ബിവലദിക്. മോളെ, വെരി കറക്റ്റ്, നീ പറഞ്ഞത് ശരിയാ മോളെ, കുട്ടി നിന്റേതാണ്, നീ കൊണ്ടുപോയിക്കോ. വ അൻതിൽ അഹഖു ബിവലദിക മിൻ. എന്തിനാ ഞാൻ എന്റെ കൂട്ടുകാരോട് ഇത് പറഞ്ഞത്? എന്തിനാ ഈ സംഭവം പറയേണ്ടി വന്നതാ? ആണിന്റെയും പെണ്ണിന്റെയും കഷ്ടപ്പാട് എവിടെയെങ്കിലും ഒരിക്കൽ പറഞ്ഞ് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ തോറ്റു. കാരണം ആ രൂപത്തിലാണ് പെണ്ണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്തായാലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും തന്റെ മക്കൾക്ക് ആ പെണ്ണിനോട് കൂടുതൽ ബാധ്യതയുണ്ടാവേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാരണം എന്റെ കൂട്ടുകാർ മനസ്സിലാക്കണം. നമുക്ക് കഷ്ടപ്പാട് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാരണം സ്നേഹം കൂടുതലാണ്, കഷ്ടപ്പാട് കൂടുതലാണ്. പിന്നെ ഉമ്മനെ മാത്രം അള്ളാഹു ഇങ്ങനെ എടുത്തു പറയാൻ കാരണം
ഉപ്പയുടെ അനുഭവം, ഉപ്പയുടെ സേവനങ്ങൾ, ഉപ്പയുടെ കഷ്ടപ്പാട്, അത് മകന്റെ ഇപ്പോഴത്തെ അനുഭവമാണ്. എന്ന് പറഞ്ഞാൽ അധിക ആളുകളും ഈ വാപ്പയുമായിട്ടല്ല കളിക്കൽ, ഉമ്മയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മാനെ ആ കഷ്ടപ്പെടുത്തുക. കാരണം ഈ ഉമ്മ അവന്റെ ചെറുപ്പകാലത്ത് അവന് ചെയ്തു കൊടുക്കാനുള്ളടത്തോളം ഈ പാവം ചെയ്തു കൊടുത്തത്. ഇവന് ബോധം വെക്കുന്നതിന് മുമ്പാണ് എല്ലാം അനുഭവിച്ചത്. ഉപ്പപ്പോഴും പണം കെട്ടിയേക്കാൻ കൊടുക്കുന്നത് ഉപ്പയായിരിക്കും, പഠിപ്പിച്ചത് ഉപ്പയായിരിക്കും. അപ്പൊ കുറച്ചൊക്കെ ബോധം വെച്ചിട്ട് കിട്ടിയത് കുറച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ ബോധം വരുന്നതിന്റെ മുമ്പ് കിട്ടിയ അനുഭവം അത് അള്ളാഹു ഇടപെട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കണം, അതിനേക്കാൾ നിനക്ക് ബന്ധപ്പെട്ട ഒരു സാധുവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല നമ്മളെ കെട്ടിയോളും നമ്മളും കൂടി വിഷമിപ്പിക്കൽ ഈ സാധുവിനെയാണ്. ദയവ് ചെയ്ത് ഇതുണ്ടാവരുത്. ഇതിന് തന്നെയാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന ഒരൊറ്റ കുട്ടിയും ഉണ്ടാകരുത്. ശ്രദ്ധിക്കണം. എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, ജീവിക്കാൻ കഴിയില്ല. ചില ഉമ്മമാരിത് വല്ല വസിയത്തൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് പോലെയാണ്. ശിരിക്കുകളെ കുറിച്ച് പറയുന്നിടത്തൊരു സ്ഥലത്ത് കാണാം, ഖുർആൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത് കാണാം. ഇവർ വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണോ അറിയില്ല, പിൽക്കാലത്തുള്ളവരും അതേ പരിപാടി ആ എളുപ്പത്തരം തന്നെ ഏറ്റെടുക്കുന്നു. എന്നുപോലെ ഈ വസിയത്തൊക്കെ ചെയ്ത് ഏൽപ്പിക്കുന്ന പോലെ ഉണ്ട് ഈ ഉമ്മമാരി അമ്മായിമ്മപ്പോര് എന്ന് പറഞ്ഞ സാധനം. അതാണ് പോകുന്നില്ല, സമൂഹത്തിനാണ്ട് എടുത്തു കളയാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പൊ അമ്മായിമന്റെ പോരുകൊണ്ട് വിഷമിക്കുന്ന അമ്മായിമ വല്ലാതെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് ഈ പെണ്ണുണ്ടല്ലോ, ഇവളമ്മായിമയാവുമ്പോഴും കഥ തന്നെയാ. എന്നാ ഇവള് നന്നാവണ്ടേ? ഇവള് നന്നാവണല്ലോ, ഇവള് നന്നാവണില്ല. അതാ ഞാൻ പറഞ്ഞത്. മറ്റേ അമ്മായിമ മരിക്കുമ്പോ ചെവിയിലൊറ്റ പറഞ്ഞു കൊടുത്തായി, മോളെ ഇനി നിന്റെ മരുമകള് വരുമ്പോഴേ ഞാൻ കാട്ടീനൊക്കെ ഒരു ഇജാണ് കാട്ടിക്കാണ്ടിട്ടോ എന്ന് പറഞ്ഞ ഇതൊരു വസിയത്തന്നെ പറഞ്ഞു ഏൽപ്പിക്കണ പോലെ സംഗതി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആദ്യം ഉമ്മമാര് തിരുത്തണം. പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ സഹോദരിമാരോട് പറയുന്നു, പുറത്തൊക്കെ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് ഇനി വരും തലമുറയിൽ നിങ്ങൾ തിരുത്തണം. എന്ന് പറഞ്ഞാൽ അമ്മായിമ്മമാരുടെ അടുത്ത് കുറെ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റൂല. സബ്ബജുത്തുക്കവ അങ്കഹത്തുക്ക പറഞ്ഞ് കൂട്ടിയോജിപ്പിച്ച് കെട്ടിച്ചു കൊടുത്ത ഭാര്യയും ഭർത്താവും ഒന്ന് ഒരുമിച്ച് നടക്കുന്നത് പോലും കാണാൻ കഴിയാത്ത ഉമ്മമാരുണ്ട്. ഇതിനൊക്കെ പേര് വേറെ ഒന്നാണ്. ഈ ഭാര്യയും ഭർത്താവും ഒന്ന് ഒരുമിച്ച് നടക്കുന്നത് പോലും കണ്ടുകൂടാ, അവരൊന്ന് ഒരുമിച്ച് റൂമിലിരിക്കുന്നത് കണ്ടുകൂടാ. അപ്പോഴേക്ക് കുശുമ്പ് തുടങ്ങി. ഇതൊന്നും ഉമ്മമാരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത് ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്തതുകൊണ്ടാണ്. ഉമ്മമാരുടെ അടുത്ത് പ്രശ്നം ഇല്ലെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. നല്ല പ്രശ്നങ്ങളുണ്ട്. അതായത് പറഞ്ഞ താവയായിട്ട് ഇങ്ങനെ കിട്ടിപ്പോരുക പോലെ അമ്മായിമ്മ വസിയത്താക്കി കൊടുത്തതുപോലെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉമ്മ ഈ മരുമകളെ പറ്റി അത് എന്റെ ഒരു മോള്, എന്റെ പെമ്മക്കളൊക്കെ കെട്ടിച്ചു, ഇനി എന്നെ നോക്കാനുള്ളത് ഇവളാണെന്നുള്ള നിലക്കാണ് കണ്ടാൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ ഇവൾ തിരിച്ച ഞാൻ എന്റെ ഉമ്മന്റെ അടുത്ത് പോന്നു, ഇനി എനിക്ക് ഈ ഉമ്മയേ ഉള്ളൂ എന്ന് ഇവൾ തിരിച്ച് അങ്ങോട്ടും കണ്ടാൽ ഒരു പ്രശ്നവും ഇവിടെ വരാനില്ല. നേരെ മറിച്ച് ഇത് ആദ്യം തന്നെ കാണുന്നത് ആ ഒരു കണ്ണോടുകൂടിയാ. പുതുക്കം കയറി വരുമ്പോ തന്നെ പുതുക്കം വന്ന് ഇരിക്കുന്ന പെണ്ണിനെ തന്നെ അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുമ്പോ യഥാർത്ഥത്തിൽ ഈ അമ്മായിമ്മ പോകുന്നത് ഈ ഒരു മെന്റാലിറ്റി, മാനസികാവസ്ഥയോടുകൂടിയാണ്. ആദ്യമാണ് നോക്കുന്നത് വളരെ സന്തോഷത്തോടെ എന്റെ മോള് എന്നുള്ള നിലക്കല്ല, എങ്ങനെ ഉണ്ട് സാധനം, നാളെ തന്നെ പറയിപ്പിക്കുവോ, അങ്ങനെയാണ് ആദ്യം തന്നെ അമ്മായിമ്മയുടെ നോട്ടം. ആദ്യത്തെ നോട്ടത്തിൽ ആ അർത്ഥങ്ങളൊക്കെയാ വായിച്ചെടുക്കുന്നത്. നാളെ തന്നെ പോരാ പൊളിക്കോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നോട്ടം. ഇവളും ഇടകന്നിട്ട് നോക്കുന്നത് സാധനം എങ്ങനെയാ നാളെ ഫൈറ്റ് ചെയ്യാൻ, നാളെ തൊട്ട് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ലെവലിൽ നോക്കിയോണ്ടായി പ്രശ്നത്തിന് കാരണം. ഒന്ന് മര്യാദക്ക് നിന്നാൽ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചക്ക് തയ്യാറാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം ഉമ്മയായിട്ടും സ്വന്തം മകളായിട്ടും പരസ്പരം കാണാൻ കഴിയണമെങ്കിൽ ഇവിടെ ഈ പ്രശ്നം തീരുന്ന ഞാൻ പറഞ്ഞത്. അതിന് തയ്യാറല്ലെങ്കിൽ സംഗതി ഇതങ്ങനെ നീണ്ടുപോകും. അമ്മായിമ്മ പോരും നാത്തൂൻ പോരും ഇതൊക്കെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ശൃംഖലയാണ്. അതുകൊണ്ട് അത് ലോകത്ത് അവസാനിക്കണം. ഇനിയെങ്കിലും വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളെങ്കിലും അത് തുടരരുത്, പിൽക്കാലങ്ങളിൽ അത് തുടരരുത്. നല്ല ഒരു ജീവിതം നമ്മുടെ മക്കളും അവരുടെ ഭാര്യമാരും നയിക്കും. എന്നിട്ട് അവർ നമ്മളെ നോക്കട്ടെ, ആ നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മയും വാപ്പിയാണ്. എന്തിന് ഉമ്മയും വാപ്പിയും ചെയ്തെങ്കിലും അവരുടെ കുരുത്തക്കേട് സമ്പാദിക്കാതിരിക്കലാണ് നമുക്ക് ഹൈറ് എന്ന് എന്റെ കൂട്ടുകാരോട് ഉണർത്തുന്നു. അല്ലെങ്കിൽ അത് നമുക്ക് എവിടെയോ പൊട്ടും. ഇനി ഉമ്മയും ഉപ്പയും എന്ത് ചെയ്താലും അള്ളാഹു തആല ഇത്രയും കട്ടപ്പാട് സഹിച്ച ആ ഉമ്മാന്റെ കൂടെ ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് അത് കരുതി ഭാര്യയോട് അത് ശരിക്കും പറഞ്ഞു കൊടുത്ത്, ഒരു പക്ഷേ ഭാര്യനെ നല്ലോണം വിഷമിപ്പിക്കുന്നുണ്ടാകും, എന്നാലും അവൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭാര്യമാരും ഈ മകൻ ഇത്രയായത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് ഈ ഉമ്മയാണ് എന്ന ഒരു നിയ്യത്ത് ഈ ഭാര്യയ്ക്ക്, ഈ ഒരു മനസ്ഥിതി ഇവൾക്കുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ഈ ഒരു ഭർത്താവിനെ ലഭിച്ചത് ഈ ഉമ്മയാണല്ലോ ചെറുപ്പത്തിൽ. നിങ്ങൾ പോറ്റുന്ന കുഞ്ഞുങ്ങളെ എത്ര സ്നേഹത്തോടെയാണ് നിങ്ങൾ പോറ്റി വളർത്തുന്നത്?
അതിലുപരി സ്നേഹത്തോടെ വളർത്തിയതല്ലേ നിന്റെ ഭർത്താവിന് നിന്റെ അമ്മായിയുമ്മ? എങ്കിൽ ആ അമ്മായിയുമ്മയോട് നിനക്ക് കടപ്പാടുകളുണ്ട്, വളരെ വലിയ കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കല്ല. ഉമ്മയുടെ കഷ്ടപ്പാടുകൾ ബോധം വെക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ, ഉപ്പയുടേത് ഇപ്പോഴത്തെ നിന്റെ വർത്തമാനകാല അനുഭവമാണെങ്കിൽ, അല്ലാഹു ഇടപെട്ട് ഉമ്മയോടുള്ള ബാധ്യത ഉണർത്തുന്നു. കഴിഞ്ഞില്ല. നാലാമത്തെ കാരണം, ഉപ്പ പലപ്പോഴും അവകാശങ്ങൾ കണ്ണുരുട്ടി വാങ്ങിയേക്കാം. ഉപ്പ പലപ്പോഴും മക്കളോട് കണ്ണുരുട്ടി സംഗതി വാങ്ങിയേക്കാം. പക്ഷെ ഈ ഉമ്മാക്ക് അതൊന്നും കിട്ടൂല. അത് സാധുവാണ്. അതാ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഒരു പരമസാധുവാണ് ഉമ്മ എന്ന് പറഞ്ഞ സംഗതി. ആദ്യം പിന്നെയൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ ഉമ്മാരെ, നമ്മളെ ഉപ്പാരെ രണ്ടുപേരെയും നല്ല നിലക്ക് നോക്കി മരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിലാണ് നമ്മുടെ വിജയമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സഹോദരന്മാരോട് ഉണർത്തുകയാണ്. എന്നല്ല, ഈ ഉമ്മക്കുള്ള ഒരു പ്രത്യേകതയും കൂടെ പറയട്ടെ. എന്താണത്? എന്തു തെറ്റും പൊറുക്കാൻ ഈ ഉമ്മക്ക് കഴിയും. എന്തു തെറ്റും പൊറുക്കാൻ ഈ ഉമ്മക്ക് കഴിയും. ആ ഒരു കാരണവും കൂടെ അഞ്ചാമത്തെ കാരണമായി നമുക്കെണ്ണാം. എന്തു തെറ്റും സഹിക്കാനും പൊറുക്കാനും കഴിയും. എത്ര വലിയ തെറ്റാണെങ്കിലും അമ്മയുടെ കരള് പറിച്ചെടുത്ത് കുത്തിമലർത്തി അമ്മയുടെ കരള് പറിച്ചെടുത്ത ഓടുന്ന മകൻ വഴിയിൽ തട്ടിത്തടഞ്ഞു വീണപ്പോൾ ആ കരള് ചോദിച്ചത്രേ, മോനെ നിനക്ക് നൊന്തോ, നിനക്ക് വേദനിച്ചോ എന്നവന്റെ കയ്യിലിരിക്കുന്ന കരള് ചോദിച്ചു എന്ന് പറഞ്ഞത് ഒരു കവി മനസ്സാണെങ്കിൽ, ഒരു കവിയുടെ സങ്കല്പമാണെങ്കിൽ, കൂട്ടുകാരാ, യാഥാർത്ഥ്യത്തിനോട് അതിന് കൂടുതൽ അകലമില്ല. സംഗതി യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നു. കൂടുതൽ അളന്നു നോക്കിയാൽ കൂടുതൽ അകലുണ്ടാവില്ല അതിന് യാഥാർത്ഥ്യത്തോട്. ഉമ്മ എന്ന് പറഞ്ഞ സാധനം അതാണ്. ഏത് തെറ്റും പൊറുക്കാൻ കഴിയും. സാഹിത്യകാരന്മാർ പലരും എഴുതിയത് കാണാം. ഒക്കെ പറയണമെന്ന് കരുതിയതായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയ ആള് തിരിച്ചു വരുമ്പോൾ അപ്പോഴും അവനെ കാത്തിരിക്കുന്ന, ചോറും വെച്ച അർദ്ധരാത്രിയിൽ അവനെ കാത്തിരിക്കുന്ന ഉമ്മയെപ്പറ്റി ബഷീർ എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? മലയാള സാഹിത്യകാരനായ ബഷീർ ഇത് എഴുതിയതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഉമ്മ കൊല്ലങ്ങളോളം കഴിഞ്ഞെങ്കിലും മകൻ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പോയ മകൻ തിരിച്ചു വരും 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 എന്ന ഒരു പ്രതീക്ഷയിലായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഉമ്മക്ക ഏത് കുറ്റത്തിനും മാപ്പ് നൽകാൻ കഴിയുന്ന കോടതിയാണ് മാതൃഹൃദയമെന്ന കേശവദേവ് എഴുതിയതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവരെ നമുക്ക് ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പറയുന്നത് എന്തിനാ? ഖുർആനുമായിട്ട് ഇതിന് യഥാർത്ഥത്തിൽ ഈ വാക്കുകൾക്ക് ഖുർആനുമായിട്ട് അടുപ്പുണ്ട്. ഖുർആൻ ഉമ്മയെ എങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നു നമുക്ക്. ഉമ്മനെ ശരിക്കും എടുത്തുകൊണ്ട് കാണിച്ചു തരാണ്. ആരാണ് നിന്റെ ഉമ്മ? ആ ഉമ്മനെ നീ നല്ല നിലക്ക് നോക്കണമെന്ന് പറയുന്നു. അമ്മയുടെ മാറിടത്തിന്റെ ചൂടറിഞ്ഞ, അമ്മിഞ്ഞപ്പാല് നുകർന്ന, ആ വാത്സല്യവും സ്നേഹവും നുണഞ്ഞ മക്കൾക്ക് മാതൃസ്നേഹമെന്തു എന്നറിയൂ. അതുകൊണ്ട് മാതൃസ്നേഹം മനസ്സിലാക്കിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്റെ സഹോദരന്മാർ, എന്റെ മുഅ്മിനീങ്ങൾ, ഒരു കാരണവശാലും എന്തു കാരണമാവട്ടെ നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ വെറുപ്പിക്കാൻ പാടില്ല. ഇത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മക്ക് എന്തു പാപവും എന്ത് തെറ്റും പൊറുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒറ്റ ഉദാഹരണം അതിന് പറയാം. ഒരു ഹദീസ് വായിക്കാം. മറ്റുള്ളവരൊക്കെ മാറിയിക്കട്ടെ, നമുക്കൊരു ഹദീസ് വായിക്കാം. അതായിരിക്കും സന്തോഷം. കാരണം കുറെ ആളുകൾക്ക് ഈ കേശവദേവനും ബഷീറിനും എന്ന് പറയുമ്പോൾ എന്തിനാ റസൂലുള്ളാഹിന്റെ ഹദീസ് ഇല്ലേ എന്നുള്ള ഒരു റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദു ഇബ്നു അബീ ഔഫാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുകയാണ്. കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹു ആതിൻ. ഞങ്ങൾ നബി തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, അവിടെ ഒരു യുവാവുണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന എന്ന് പറഞ്ഞു. അവിടെ ഒരു സഹോദരൻ ഇതാ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, ശ്വാസം മുട്ടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്നാൽ അവൻ ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന ഈ പറഞ്ഞയാളോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഫലം യസ്തതി യാ റസൂലല്ലാഹ്, ചൊല്ലിക്കൊടുത്തു നബിയെ, പക്ഷേ കലിമത്തു ഷഹാദത്ത് ചെല്ലാൻ കഴിയുന്നില്ല, മരിക്കുന്നുമില്ല. ആകെ മരണ വെപ്രാളത്തിൽ ഇയാൾ കുടുങ്ങിക്കിടക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, അക്കാന യുസല്ലി, അയാൾ നിസ്കരിക്കാറുണ്ടായിരുന്നു? നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, നിസ്കാരമൊക്കെ വളരെ കറക്റ്റായിരുന്നു, അതിലൊന്നും ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എഴുന്നേറ്റു. ഫനഹദ റസൂലുള്ളാഹി വനഹദനാ മഅഹു, ഞങ്ങളും നബിയോട് കൂടെ പുറപ്പെട്ടു. ഫദഖൽനാ അല ശാബ്, ഞങ്ങൾ ആ യുവാവിന്റെ അടുത്ത് ചെന്നു. ഫഖാല ലഹു, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഖാല ലാ അസ്തതീ, നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മോനെ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ താളം ചെയ്തു, ലാ അസ്തതീ, എനിക്ക് കഴിയൂല.
നബി തങ്ങൾ ചോദിച്ചു ലിമാ, എന്തുകൊണ്ടാണ്? നബി തങ്ങൾ ഉടനെ തന്നെ ആ സദസ്സിനോട് ചോദിക്കുന്നു, പിന്നെ എന്താ ഇത് സാധിക്കാതിരിക്കാനുള്ള കാരണം? എന്തോ ഇയാൾ കാര്യമായിട്ട് എന്തോ ചെയ്തോ? സദസ്സിൽ ഒരാൾ പറഞ്ഞു, കാന യഉഖു വാലിദതഹു, നബിയെ അയാൾ അയാളുടെ ഉമ്മനെ വെറുപ്പിക്കുന്ന ആളായിരുന്നു. ഓ, അങ്ങനെയുണ്ടോ? നബി തങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു, അഹയ്യത്തുൻ വാലിദതു, അഹയ്യത്തുൻ വാലിദതു, അയാളുടെ ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉടനെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ഖാല ഉദുഉഹാ ഫദഉഹാ, വിളിക്കവളെ എന്ന് പറഞ്ഞപ്പോൾ അവളെ അവരെ വിളിച്ചു. അങ്ങനെ കൊണ്ടുവന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഹാദ ബിനുക്കി, ഉമ്മ ഇത് നിങ്ങളുടെ മോനാണോ? ഖാലത്തിനാണ്, അവൾ പറഞ്ഞു, അതേ റസൂലേ, ഇതെന്റെ മോനാണ്. ഉടനെ തന്നെ റസൂലുള്ള ചോദിക്കുന്നു, ഉമ്മയുടെ മനസ്സിളക്കുന്നത് നോക്കിക്കോ. ലൗ അജജ്തു നാറൻ ദഹ്മ, വലിയ ഒരു തീക്കുണ്ടാരം ഞാൻ കത്തിച്ച് റെഡിയാക്കിയിട്ട്, ഫഖീല ലക്കി, എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞാൽ, ഇൻ ശഫഅതി ലഹു, നീ ഇദ്ദേഹത്തിന് ശുപാർശ പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തിനെ കരിക്കാൻ വേണ്ടി തീ കത്തിച്ച് റെഡിയാക്കിയതിന്റെ ശേഷം നിന്നോട് ഞാൻ പറയുന്നു, മാ, നിങ്ങളോട്, ഇൻ ശഫഅതി ലഹു, നിങ്ങൾ ഇവന് വേണ്ടി ശുപാർശ പറയുന്നു, റെക്കമെൻഡ് ചെയ്യുന്നുവെങ്കിൽ, ഖലൈനാൻ, ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കാം, കരിക്കുകയില്ല. വഇല്ലാ അഹ്റഖ്നാ, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ കരിക്കും, ബിഹാദിഹിന്നാർ, ഈ തീ കൊണ്ട് കരിക്കുമെന്ന് പറഞ്ഞാൽ, അകുന്തി തശ്ഫഈന ലഹു, ഉമ്മ നിങ്ങൾ നിങ്ങളുടെ ഈ മോന് വേണ്ടി ശഫാഅത്ത് പറയുമോ, റെക്കമെൻഡ് പറയുമോ? ഉമ്മ, നിങ്ങളെ ഇത്രയും കൂടുതൽ പീഡിപ്പിച്ച ഈ മോന് വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് പറയോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടി എന്താ? ഇദനശ്ഫഉ യാ റസൂലല്ലാഹ്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും നബിയെ. പറ്റൂല, എന്റെ കുട്ടിയെ കരിക്കാൻ പറ്റൂല എന്ന് പറയും. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇതാ ഈ സദസ്സിൽ വെച്ച് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫഅശ്ഹിദില്ലാഹ വഅശ്ഹിദീനി, നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷിയാക്കണം, ഉമ്മ എന്നെ സാക്ഷിയാക്കണം. ഖദ് റളീതു അനിബ്നി, എന്റെ മോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ നാളെ ഈ മോനെ അല്ലാഹു നരകം കൊണ്ട് കരിക്കാൻ പോകുന്നു. അപ്പോഴാണ് ഉമ്മ എഴുന്നേറ്റ് പറയുന്നത്, ഇന്നി അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക്, പടച്ചവനെ ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു, വ ഉശ്ഹിദു റസൂലക്, നിന്റെ ഹബീബിനെ സാക്ഷിയാക്കുന്നു, അന്നീ ഖദ് റളീതു അനിബ്നി, ഞാൻ എന്റെ മോന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, മോനെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മോനെ എന്ന് പറഞ്ഞു. ഫഖാലഹാ, ആ കുട്ടി ഉടനെ തന്നെ ആ മോന്, ആ ചെറുപ്പക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച പടച്ച റബ്ബിന് സ്തുതി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ നിങ്ങൾ, ഏതു തെറ്റിനും മാപ്പ് കൊടുക്കാൻ കഴിയുന്ന കോടതിയാണ് മാതൃഹൃദയം സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അത് പ്രാക്ടിക്കലായി അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. അത് എഴുതി അത് പ്രസംഗിച്ച് നടക്കുകയല്ല ചെയ്തത്. അത് നബിതങ്ങൾ ഇതാ ശരിക്കങ്ങ് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുന്നു. സഹോദരാ, സമയം കഴിഞ്ഞിട്ടുണ്ട്. ആകെ അരമണിക്കൂർ സമയം. അതിനുള്ളിൽ പറയാനുള്ള വിഷയങ്ങൾ മുഴുവനും പറയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മാതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന തിരുവചനം എപ്പോഴും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർത്തിരിക്കണം. മാതാപിതാക്കളോടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഒന്നിരിക്കൽ അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരിൽ ഒരാൾ നിന്റെ അടുത്ത് വാർദ്ധക്യം പിടിപെട്ട് കിടന്നേക്കാം. അന്ന് അവരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കരുത്. അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും ഒരു മൂലയിലേക്ക് തള്ളിയിട്ട് അതൊരു വൃദ്ധസമാനമായ മൂലയും റൂമുമാക്കി മാറ്റരുത്. നിന്റെ അടുത്ത, എന്തിനാ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ, നിന്റെ അടുത്ത് അവർ കിടന്നേക്കാന്ന് പറഞ്ഞാൽ ചേട്ടനെ കാത്തിരിക്കാൻ, അനുജനെ കാത്തിരിക്കാൻ, പെങ്ങളെ കാത്തിരിക്കാൻ, അവൾ നോക്കട്ടെ, മറ്റോ നോക്കട്ടെ എന്നൊന്നും കാത്തിരിക്കേണ്ട, നോക്കാനുള്ള ആൾ ഈ തന്നെയാണ്. ഇതും കൂടെ അതിൽ അർത്ഥമുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നു. ഇൻദക, ഇത് കിടക്കുന്നത് നിന്റെ അടുത്താണ്, നീ തന്നെ നോക്കണം അതിനെ.
ആ ഒരു പ്രയോഗവും കൂടെ യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ അടങ്ങിയിരിക്കും. ഈ പ്രയോഗത്തിൽ ആ ഒരു അർത്ഥവും കൂടെ അടങ്ങിയിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല എന്നിട്ട് പറഞ്ഞു, അവരുടെ അടുത്ത് ഇവരെ കിട്ടിയാൽ ഈ വാർദ്ധക്യത്തിൽ ഇവരെ നന്നായി നീ പരിപാലിക്കണം എന്നല്ല, വാർദ്ധക്യത്തിലാണ് നിന്നെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, അത് കൂട്ടി വായിക്കുക. എന്നാൽ ആ സമയത്ത് ഇവരുടെ സ്വഭാവങ്ങൾ കുറച്ചൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടാവും. കാരണം പ്രായം ചെല്ലുമ്പോൾ പഴയ കുട്ടിക്കാലത്തിലേക്ക് വരികയല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഈ തുഫൂലത്തി ശൈഖൂഹത്തിക, നിന്റെ വാർദ്ധക്യമാകുന്ന ശൈശവത്തിൽ നിന്നെ നോക്കാൻ ആ കുട്ടി എന്ന് പറഞ്ഞല്ലോ. അതൊരു ശൈശവാണ്. വീണ്ടും കുട്ടിക്കാലം തിരിച്ചു വരികയാണ്. അപ്പൊ അന്ന് ചിലപ്പോ പറഞ്ഞു തന്നെ പറഞ്ഞേക്കാം, ചായ കൊടുത്താലും കിട്ടിയില്ലെന്ന് പറഞ്ഞേക്കാം, മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ നീയാ, എന്നാലും പറയും 10 പൈസന്റെ ഗുളിക പോലും ഈ വാങ്ങി തന്നിട്ടില്ലടോ പറയും. പക്ഷേ അതിനൊന്നും ശോഭിക്കരുത്. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, ഗൗരവസ്വരത്തിൽ അവരോട് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരെ എപ്പോഴും നിങ്ങൾ സോപ്പിട്ട് പിടിക്കണം. വളരെ മാന്യമായ പതക്കുന്ന സോപ്പ് മാത്രമേ, സോപ്പ് പ്രയോഗം മാത്രമേ, നല്ല പതക്കുന്ന പ്രയോഗങ്ങളെ നിങ്ങൾ അവരോട് നടത്താവൂ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഈ പറഞ്ഞത് മൂന്നും വേറിട്ടൊന്ന് മനസ്സിലാക്കണം. വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ, ഛേ എന്ന് പറഞ്ഞ വാക്കെന്താ അറിയാം നിങ്ങൾ? നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകുന്ന ഒരു പദപ്രയോഗമാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയണതല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ അറിയാതെ അതുപോലും വരരുത്. ആദ്യം പറഞ്ഞ അതാണ്. വലാ തൻഹറുഹുമാ എന്നാലോ, വലാ തൻഹറുഹുമാ എന്ന ഗൗരവസ്വരത്തിൽ സംസാരിക്കാതെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ പറയുന്ന കടുപ്പമുള്ള വാക്കുകൾ. ഉദാഹരണത്തിന് ഉമ്മ വെള്ളം ചോദിക്കുന്നു. മറ്റേതിപ്പോ എങ്ങനെ ഒരു ഉദാഹരണം പറയാം? ഉമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് ഉടഞ്ഞു, ഒരു ഉദാഹരണം. ആ ഉടഞ്ഞ സമയത്ത് അത് അറിയാതെ വന്നു പോകുന്നതാണ്, അത് വരരുത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് മനഃപൂർവ്വം പറയരുത്. ഉമ്മ വെള്ളം ചോദിക്കുന്നു, എത്തിയില്ല. എന്താണോ എന്നോട് വെള്ളം ചോദിച്ചിട്ട് കിട്ടാത്തത്? മുണ്ടാതെ അവിടെ കിടന്നതണ്ടേ എന്ന് പറഞ്ഞു, അല്ലെ മിണ്ടാതെ അവിടെ കിടന്നതല്ലേ, ഇപ്പൊ അങ്ങ് വെള്ളം കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തരുത്. ഇതാണ് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യം, മനസ്സിനൊരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ സംഗതി വിഷമാണ്. എത്രയായാലും മൃഗത്തിന്, നമ്മുടെ വീട്ടിൽ വളരുന്ന നായയെ പോലെ അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിൽ. ഇന്നലെ ഒരാൾ പറഞ്ഞു, ഉമ്മയെപ്പറ്റി ഉദാഹരണം പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ വീട്ടിലൊരു നായ ഉണ്ടാവും, ഉപ്പയുണ്ടാവും. ഉപ്പയെപ്പറ്റി കിടക്കുന്ന വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു ഉപ്പയും പുറത്തൊരു നായ ഉണ്ടാവും. നായക്ക് കുരക്കാനെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാവും, ഉപ്പാക്ക് കുരക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം ഉപ്പ കുരച്ചാലും ചൂടാവുമ്പോൾ, കാറിക്കുറച്ച് കുപ്പിയാലും ചൂടാവും, ആകെ ചൂടാവും. അപ്പൊ ആ നായയുടെ ഒരു നിലയും വിലയും പോലും കൽപ്പിക്കാൻ കഴിയാത്ത ആളുകൾ. അതാ ഞാൻ പറയുന്നത്, ഒരു നിലക്കും ഇത് ഇങ്ങോട്ടൊന്നും നമ്മൾ എത്തരുത്. മാതാപിതാക്കൾ അവരായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അപ്പൊ മനഃപൂർവ്വമുള്ള കടുപ്പമുള്ള വാക്കുകളാണ് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറഞ്ഞതോ, അത് നമ്മൾക്ക് ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം അങ്ങ് പറയാം, അപ്പൊ പെട്ടെന്ന് തിരിക്കും. ഇപ്പൊ കിടപ്പിലായ ഉപ്പ, ആ ഉപ്പക്ക് നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുത്തു, ചായ കൊടുത്തു. നിന്റെ ഉപ്പക്ക് കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. നീ ചുണ്ടത്ത് വെച്ചു കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. ശരി, നീ കയ്യിൽ കൊടുത്തു. ഒരവസരം അങ്ങനെ സംഭവിച്ചു. അത് വിറച്ച് ഉപ്പയുടെ കയ്യിൽ നിന്ന് വീണുപോയി ആ ഗ്ലാസ്. നീ ഇന്നലെ ഇങ്ങ് വിരിച്ച മുന്തിയ കാർപ്പറ്റുണ്ട് അവിടെ, ആ കാർപ്പറ്റൊക്കെ നനഞ്ഞു. അപ്പൊ നീ പെട്ടെന്ന് പറയാം, ഇന്നലെ അങ്ങോട്ട് വിരിച്ചിട്ടുള്ളൂ കാർപ്പറ്റ്, അതെ എരപ്പാക്കിയില്ലേ? പറയരുത്. അവിടെ എങ്ങനെ വഖുല്ലഹുമാ ഖൗലൻ കരീം, നാം എന്തെങ്കിലും ഒന്നതിന് പറയും വേണം. കാരണം അത് എന്നും ഇങ്ങനെ ചിന്താനൊരുങ്ങിയ സംഗതി വിഷമാണ്. അവിടെയാണ് ഖൗലൻ കരീമ പറയേണ്ട രൂപം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അങ്ങ് വീണ് കഴിഞ്ഞാൽ എന്ത് പറയാ? അയ്യോ എന്റെ ഉപ്പ, നിങ്ങളെ വസ്ത്രവും ശരീരവും ഒക്കെ മുഷിഞ്ഞല്ലോ, തന്റെ കാർപ്പറ്റല്ല വിഷയം, ഇങ്ങനെ പറയണം. ഇനി ഇങ്ങനെ വീഴരുതിട്ടോ, കാരണം നിങ്ങളെ തുണിയും ഉപ്പായും ഒക്കെ ഇരപ്പായല്ലോ. ഉപ്പാനോടായിരിക്കണം സ്നേഹം, കാർപ്പറ്റിനോടാകരുത്. അപ്പൊ ഉപ്പാക്ക് വിഷമം തോന്നൂല. ഇത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. രോഷാകുലനായി വാപ്പയെ തെറി പറയരുത്. മറിച്ച് ഇങ്ങനെ ഒരു പദപ്രയോഗമാണ് അവിടെ നടത്തിയതെങ്കിൽ ശരിക്കത് റാഹത്താകുമായിരുന്നു. വേറൊരു ഉദാഹരണം, നിങ്ങളുടെ പുതിയ വീട്, ആ വീടിന്റെ ചോക്കേസിൽ വന്നിട്ട് കുറെ ബലപിടിപ്പുള്ള അലങ്കാര വസ്തുക്കളുണ്ട്. അതിൽ ഏത് മീനും കോഴിയും കൊക്കുമൊന്നുമല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി വലിച്ചിടണം എല്ലാവരും. ഷോക്കേസിൽ നിറയെ കാണാറുള്ളത് മത്സ്യം, അതൊക്കെ അടുക്കളേക്കാണ് കൊടുത്തിട്ടുണ്ട്, പൊരിച്ചോട്ടെ. ഷോക്കേസിൽ വെക്കേണ്ടതല്ല, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ജീവികളുടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോയുടെ കാര്യത്തിൽ
അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാരുടെ. പക്ഷെ പ്രതിമയുടെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തടിയുള്ള പ്രതിമയുടെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. ഫോട്ടോ തന്നെ ബഹുമാന സൂചകമായിട്ട് വീട്ടിന്റെ അടുത്ത് വെക്കാൻ പറ്റൂല. ആൽബത്തിൽ ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, വീട്ടിന്റെ അടുത്ത് കയറി വരുന്നവർക്ക് ബഹുമാന സൂചകമായിട്ട് ഫോട്ടോ ഒന്നും തൂക്കിയിടരുത്. ഇനി പോവട്ടെ, ഇത് എന്തായാലും മുസ്ലിം സഹോദരൻ ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട ഏർപ്പാടാണ്. കുറെ വീട്ടിൽ കൊക്ക് കാക്ക ഒക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണും. ഇത് നിങ്ങൾക്ക് എടുത്തിടാൻ കഴിഞ്ഞെങ്കിൽ ഈ വാവിന്റെ ഒരു വിജയമായി ഞാനത് കാണുന്നു. കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതല്ല, നല്ല പൂവ്, നല്ല ഗ്ലാസ്, നല്ല അലങ്കാര വസ്തുക്കളുണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് വെക്കാം. നല്ല വിലപിടിപ്പുള്ള സാധനമാണ്, നിങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാം. ഉപ്പ അതിന്റെ ചില്ലൊന്ന് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ഉപ്പ അതെടുത്ത് ഒന്ന് നോക്കിയതാ. കാരണം ഈ ഉപ്പ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. തന്റെ മോന്റെ വീട്ടിലെ സാധനം അത് ഈ മാർബിൾ വീണിട്ടാണ്ട് ഉടഞ്ഞു. അപ്പൊ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് തികച്ചും വക്കുല്ലഹുമാ കൗലൻ കരീമ. എങ്ങനെയാ? ഉപ്പ ഇങ്ങനെ ചമ്മുന്നിട്ടാവും, പഠിച്ചോൻ എന്റെ കുട്ടി എന്താ പറയാറില്ല, അല്ലെങ്കിൽ തന്നെ മഹമ്മദ് ആള് കുറച്ച് പോക്കാ, ഇത് വീണൊടഞ്ഞു, ഇത് എന്തൊക്കെയാ സംഭവിക്കാം, ഇപ്പൊ ഈ വിഷമത്തിലാ. അപ്പൊ നിന്റെ തെറിയും കൂടി ആയാൽ ഉപ്പാക്ക് സഹിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് എന്ത് പറയണം? അയ്യന്റെ ഉപ്പ അത് വീണോ, ഞാൻ നേരത്തെ തന്നെ അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ച് നിൽക്കേനി, അത് ശരിയാവില്ല, പുതിയതൊന്ന് ആക്കണം എന്ന് വിചാരിച്ച് നിൽക്കേനി, നിങ്ങളെ കാൽമ തട്ടിയല്ലോ, അത് പ്രശ്നമില്ല. ഇങ്ങനെ പറഞ്ഞാൽ വക്കുല്ലഹുമാ കൗലൻ കരീമ. ഉപ്പയുടെ മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയുടെ മനസ്സ് വീണ്ടെടുക്കാൻ കഴിയും. ഒരു വിഷമമുണ്ട്, സംഗതികളെ മനസ്സിൽ നല്ല വിഷമമുണ്ടാവും, ഉപ്പ അത് തള്ളിയിട്ടല്ലോ. പക്ഷെ ഉപ്പാനോട് ഇങ്ങനെ പറയാവൂ. ഇതാണ് വക്കുല്ലഹുമാ കൗലൻ കരീമ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം. ഖുർആൻ ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ ഉപ്പയോട് ഉമ്മയോട് അവരോടൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മാ. ഇത്ര വിഷയങ്ങൾ, കുറേ വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷെ കഴിയൂലല്ലോ എന്നുള്ള വിഷമാണ് എനിക്ക്, കാരണം കുറഞ്ഞ സമയമുള്ളൂ. വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക്, തായ്മയുടെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? പക്ഷിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തള്ളപ്പക്ഷിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ തള്ളപ്പക്ഷി ചെയ്യാറുള്ളത്? തന്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം ആവശ്യമാകുന്ന മേഖലയിൽ അതതിന്റെ ചിറക് വിരിച്ചു കൊടുക്കുന്നു. എന്നിട്ടതിന്റെ അകത്തേക്ക്, ചിറകിന്റെ അകത്തേക്ക് ഇട്ടിട്ടങ്ങ് കിടന്നാൽ ഒരാൾക്കും തന്റെ കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോകാൻ കഴിയില്ല, ഒരാൾക്കും ഏത് ചെയ്യാൻ കഴിയില്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയില്ല, അത് കാണാൻ കഴിയില്ല. റാഞ്ചാൻ വേണ്ടി കാത്തിരിക്കുന്ന പരുന്തത് കാണില്ല. ഈ രൂപത്തിൽ അപകട മേഖലകളിൽ സംരക്ഷണം ആവശ്യമുള്ളിടത്ത് പക്ഷി കണ്ടിട്ടില്ലേ അതിന്റെ ചിറക് താഴ്ത്തിക്കൊടുത്ത് മക്കളെ കൂട്ടിപ്പിടിക്കുന്നത്? ഇതേ രൂപത്തിൽ വാർദ്ധക്യ സഹജമായ ശൈശവത്തിലേക്ക് തിരിച്ചുപോയ നിങ്ങളുടെ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ചിറക് വിരിച്ചു കൂട്ടിപ്പിടിക്കണം. അല്ലാതെ എന്തല്ല, തള്ളപ്പക്ഷി മക്കളെ തൊട്ട് പറക്കാൻ ഉദ്ദേശിച്ചാൽ ചിറക് പൊക്കി പറക്കല. ഇതേ രൂപത്തിൽ ചിറക് വിരിച്ചു പറക്കാനാകുന്നതോടെ ഉമ്മയെയും ഉപ്പയെയും തൊട്ട് വിട്ട് അകലരല്ല, ആ ഉമ്മയെയും ഉപ്പയെയും കൂട്ടിപ്പിടിക്ക. അവരിൽ നിന്ന് പറന്നുപോകാൻ ശ്രമിക്കാതെ അവരെ അണച്ചുകൂട്ടി പിടിച്ച് അവരെ നിന്റെ കൂട്ടത്തിലാക്കി അവരെ സംരക്ഷിച്ച് നീ ജീവിക്ക. അതാ നിനക്ക് നല്ലത്. വഖ്ഫിദ് ലഹുമാ ജനാഹത്തുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചോനെ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവർക്ക് അനുഗ്രഹം ചെയ്യണേ തമ്പുരാനെ, അതിലുപരി കൊടുക്കണേ തമ്പുരാനെ. ഒരിക്കലും അതുപോലെ ആവില്ല. നമ്മൾ അവർക്കൊരു പ്രത്യുപകാരം ഏത് ചെയ്തു കൊടുത്താലും, ഇതൊക്കെ ചെയ്തു കൊടുത്താലും ആ വാപ്പയോടും ഉമ്മയോടുമുള്ള പ്രത്യുപകാരം ഒരിക്കലും ആവില്ല. ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ നബിതങ്ങളുടെ പ്രയോഗം? ഇല്ല, 100% പോലും ആയില്ലെന്നൊരു മോനോട് റസൂലുള്ളാ പറഞ്ഞത് ഇന്നലെ നമ്മൾ നമ്മുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരി ചിന്തിക്ക, മനസ്സിൽ തട്ടി ചിന്തിക്കുന്നീയ. അവസാനം നിനക്കുള്ള മാർഗം തെളിഞ്ഞ പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ മനസ്സറിഞ്ഞ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. പടച്ചോനെ, എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ എന്നെ സംരക്ഷിച്ചതുപോലെ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനൊക്കെ പ്രത്യുപകാരം നീ കൊടുക്കല്ലാ എന്ന് പറയണം. അപ്പൊ മാതാപിതാക്കളെല്ലാം നിലക്കും അനുസരിക്കുക. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചുരുക്കിക്കോട്ടെ, നിങ്ങൾക്ക് വിഷമം വേണ്ട. 12 മണിക്ക് നിർത്തണം നിങ്ങളെ നിർബന്ധമാണ്. എനിക്ക് നിങ്ങളുടെ മുമ്പ് നിർബന്ധമുണ്ട്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തും. ഇനി ഇൻഷാ അല്ലാഹ് വേറെ ഏതെങ്കിലും വേദി കിട്ടിയെങ്കിൽ പറയാം. കാരണം നാളെയും കൂടെ ഇനി മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോഴേക്ക് സമയം വൈകും. നമ്മുടെ
നേരത്തെ തർത്തീബാക്കി ഓർഡർ പേക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കുടുംബത്തിന്റെ പ്രസക്തി, 2 ദിവസം മാതാപിതാക്കൾ, 2 ദിവസം ദമ്പതികൾ, 2 ദിവസം സന്താനങ്ങൾ, പിന്നീട് 1 ദിവസം അയൽക്കാർ, അവസാനത്തെ 2 ദിവസം കൂട്ടുബന്ധം. ഈ ബന്ധങ്ങളാണ് നമ്മൾ ശിഥിരമാകുന്ന ബന്ധങ്ങളിൽ സംസാരിക്കുന്നത്. തികച്ചും നമുക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കാം. അള്ളാഹു ജീവിതം തിരുത്തുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി കഴിയാൻ തീർക്കാൻ മാതാപിതാക്കൾക്ക് അനുസരിക്കണം എന്നുള്ളത് ശരി. പക്ഷെ എപ്പോഴാണ് അനുസരിക്കേണ്ടത്? അതും കൂടെ ഒന്ന് കൂട്ടത്തിൽ ചിന്തിക്കുക. എപ്പോഴാണ് അനുസരിക്കേണ്ടത്? മാതാപിതാക്കൾ ഖൈറ് പറയുമ്പോൾ, മാതാപിതാക്കൾ ദീനീവിരുദ്ധമായ കാര്യം പറയുമ്പോൾ അനുസരിക്കാൻ പാടില്ല. ഡോക്ടറാണ് മോൻ, ഡോക്ടറായ മോൻ കയറി വരുമ്പം മാതാവ് പറയുന്നു, മോനെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ടില്ല, നീ ആ കക്കൂസൊന്ന് കഴുക് എന്ന് പറഞ്ഞാൽ ആ മോൻ പോയി കഴുകണം. പക്ഷേ ദീനീ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഉമ്മയോട് മര്യാദക്ക് പിടിച്ചു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൽപ്പനയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സമ്മതിച്ചിട്ടില്ല. ദീനീ വിരുദ്ധമായ കാര്യങ്ങളിൽ മാതാപിതാക്കൾ അനുസരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഖുർആൻ അത് സമ്മതിക്കണ്ട, അനുസരിക്കണ്ട എന്നാണ് പ്രഖ്യാപിച്ചത്. മോൻ പറയുന്നു, വാപ്പ പറയുന്നു, മോനെ നീ ബിദ്അത്തുകാരനാകണമെന്ന് പറയുന്നു, നീ പാവണ്ട. വാപ്പ പറയുന്നു, മോനെ നീ എന്തു ചെയ്യുമ്പോ, ഉമ്മ പറയുന്നു, മോളെ നീ തലയിൽ തട്ടമിടണ്ട, ഇത് 2006 ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ ഫാഷൻ വേണ്ട മോളെ. മദ്രസ ഉസ്താദ് അങ്ങനെയൊക്കെ പറയും, പക്ഷേ മദ്രസയിൽ ഉസ്താദിനെ കേട്ട് നീ തലയിൽ തട്ടമിട്ട് മുഖമക്കനയിട്ട് നടക്കണ്ട എന്ന് ഉമ്മ പറയുന്നെങ്കിൽ പരിഷ്കാരിയായ ഉമ്മയുടെ മുഖത്ത് നോക്കി കാര്യം പറയാൻ എന്റെ മകൾക്ക് തന്റെ ഇടം വേണം. സഹോദരി, എന്റെ കുഞ്ഞുമോളെ നീ പറഞ്ഞോ ഉമ്മ, നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കോ, എന്നെ അതിന് കിട്ടില്ലെന്ന് ധൈര്യമായി പറയണം. അത് ഉമ്മാനെ വെറുപ്പിക്കലല്ല. ദീനീ വിരുദ്ധമായ കാര്യങ്ങളിൽ ഇതുണ്ടാവരുത്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി, ആ ഇമാം ബുഖാരിയുടെ ഒരു ചാപ്റ്റർ തന്നെ, സ്വഹീഹിന്റെ ഒരു ചാപ്റ്ററിന്റെ തലക്കെട്ടു തന്നെ, അധ്യായത്തിന്റെ തലക്കെട്ടു തന്നെ ബാബുലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി എന്നതാണ്. സ്രഷ്ടാവിനെതിര് ചെയ്തുകൊണ്ട് സൃഷ്ടിക്കൊരനുസരണമില്ല. ഉമ്മാനെ അനുസരിക്കുക, ഉപ്പാനെ അനുസരിക്കുക, പക്ഷേ അള്ളാഹുവിനെതിരാണെങ്കിൽ അത് വേണ്ട. ഒരു ചെറിയ സംഭവം പറയാം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് മുസ്ലിമായി. സഅദ് ഇബ്നു അബീ വഖാസ് മുസ്ലിമായപ്പോ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഉമ്മാന്റെ അടുത്ത് പോയി മുശ്രിക്കുകൾ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ കേട്ടോ, നിങ്ങളെ മകനും മുഹമ്മദിന്റെ വലയിൽപ്പെട്ടു. ഉമ്മ പറഞ്ഞു, മക്കളെ അങ്ങനെ സംഭവിച്ചോ? അങ്ങനെ സംഭവിക്കൂലല്ലോ, അബൂ വഖാസിന്റെ റൂഹ് പൊരുത്തപ്പെടൂലല്ലോ, അത് ഓനങ്ങോട്ട് പോയത്, വാപ്പാന്റെ റൂഹ് പൊരുത്തപ്പെടൂലോ എന്റെ. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല, മോൻ അങ്ങനെ ചെയ്യൂല. ചെയ്തിട്ടുണ്ടുമ്മ, നിങ്ങൾ വിചാരിക്കുന്നിടത്തൊക്കെ വിട്ടിട്ടുണ്ട്, പാർട്ടിയിൽ നല്ല തീവ്രതയായി വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, മക്കളെ അവന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം അവൻ ഈ ഭൂമി ലോകത്തോ അവന്റെ ഉമ്മ കഴിഞ്ഞിട്ടേ വേറുള്ളതൊക്കെ ഉള്ളൂ. അത്രയും സ്നേഹമാണ് എന്നോട്. നിങ്ങളൊന്നും ആ വലയെ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി, എന്റെ മോനെ ഞാൻ ശരിയാക്കിക്കോളാന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു, ഉമ്മ അതൊന്ന് ശരിയാക്കി തന്നാ മതി, ഞങ്ങൾ കുടുങ്ങണില്ല. ഇങ്ങനെ മോൻ കടന്നു വന്നപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസിനോട് ഉമ്മ ചോദിച്ചു, വല്ലാത്ത സ്നേഹമായിരുന്നു ഉമ്മനോട്. ഉമ്മ ചോദിച്ചു, മോനെ അങ്ങനെ സംഭവിച്ചോ? ഈ മുഹമ്മദിന്റെ പാർട്ടി കുടുങ്ങിയോ? അതേ ഉമ്മ, അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ മുഹമ്മദിന്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു. ഇതിനെന്ത് വിഷയമുമ്മ? ഇതിന് വല്ല വിഷയമുണ്ടോ? അതുകൊണ്ട് അതെനിക്ക് ഉറപ്പായി ബോധ്യപ്പെട്ട സത്യമാണ്. എന്റെ ഉമ്മക്കും വേണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാം. അപ്പോഴാണ് ഉമ്മ മകന്റെ ഗൗരവം അറിയുന്നത്. ഉമ്മ പറഞ്ഞു, മോനെ കേട്ടോ, ഈ പാവം ഉമ്മയില്ലേ, നീ ജീവനതുല്യം സ്നേഹിക്കുന്ന നിന്റെ പൊന്നുമ്മ, ഈ ഉമ്മ നീ ആ പ്രസ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ, നീ നിന്റെ പാർട്ടി വിട്ടില്ലെങ്കിൽ നിരാഹാര സമരം നടത്തും. ഒരു മുറുക്ക് വെള്ളം പോലും ഞാൻ കുടിക്കില്ല, ഒരു ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. മരിക്കും മോനെ, ഞാൻ മരിക്കും, കിടന്നങ്ങ് മരിക്കും. നിരാഹാര സമരം നടത്തുകയാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ നിരാഹാര സമരം നടത്താറുണ്ട്. തുടങ്ങി നിരാഹാര സമരം. ഇവൾ നിരാഹാര സമരം നടത്തി, ഭക്ഷണം മുടക്കി, ഭക്ഷണവുമില്ല, വെള്ളവുമില്ല. ഇതെന്താ പരിപാടി? സഅദ് ഇബ്നു അബീ വഖാസിന് വല്ലാത്ത ബേജാറായി. താടിന്റെ ചോട്ടിൽ ഇങ്ങനെ കൊണ്ടിടക്കും. ഉമ്മാനോട് അത്രയും സ്നേഹം, മദ്ദൊന്ന് കുടിക്ക്, നിങ്ങൾ വെള്ളം കുടിക്കാഞ്ഞാലും ഭക്ഷണം കഴിക്കാഞ്ഞാലും എനിക്ക് വിഷമാണ്, അത് വേണം. പക്ഷെ പാർട്ടി വിടുമോനെ, ഇപ്പാണ്ട് മുഹമ്മദിനെ വിടുമോ? ഞാൻ ഇപ്പൊ കുടിച്ചോളാം. നിങ്ങൾ പറയരുത്. അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ കൊണ്ടിടക്കുക. 1, 2, 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ വീണു. ഞാനത് യഥാർത്ഥ നിരാഹാര സമരം.
നമ്മുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട് നിരാഹാര സമരം കലക്ടറേറ്റിന് മുമ്പിലും ഓഫീസിന് മുമ്പിലും ഒക്കെ നടത്തലുണ്ട്. അത് 10 ആൾ പോയിട്ട് കുടിച്ചു വന്നിട്ട് പിന്നെ ഇരുന്ന് ഇവരോട് പോകാൻ പറയല. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. ഇതങ്ങനെയല്ല, ശരിക്കുള്ള നിരാഹാര സമരം. ഒരു വെള്ളം പോലും ഭക്ഷണം പോലും തട്ടാതെയുള്ള ഇഖ്ലാസുള്ള നിരാഹാര സമരമാണ്. മോനെ വിട്ടോ എന്നാ കുടിക്കുന്നു. ഇതോടുകൂടി ഉമ്മ തളർന്നു വീണതോടുകൂടി മോനെ പിടുത്തം വിട്ടു. ഇനി ഉമ്മാനങ്ങോട്ട് കിട്ടൂല എന്ന് മനസ്സിലായി. ഉമ്മയാണെങ്കിലോ വാശിയില്ല. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ മരിക്കാൻ പോവാണ്, അതൊന്ന് കുടിക്കണം. മോനെ ഇത് വിടുവോ മുഹമ്മദിനെ? എന്നാ ഞാൻ കുടിച്ചോളാം. അപ്പോഴാണ് മോന് ഉമ്മയുടെ സ്ട്രോങ് മനസ്സിലായത്. ഇത്രയൊക്കെ ആയിട്ട് ഉമ്മ പറയുന്നത് എങ്ങനെയാണല്ലോ. അവിടെ നാട് എഴുന്നേറ്റിട്ട് ഒരു ധീര പ്രഖ്യാപനം നടത്തി സഅദ് ഇബ്നു അബീ വഖാസ്. വല്ലാഹി വല്ലാഹി ലൗ കാനത് ലകി അൽഫു നഫ്സിൻ, ഉമ്മാ അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. നിങ്ങൾക്കായിരം ബോഡിയുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമാണ് ഉമ്മാ, ശരി. പക്ഷേ ഇതുപോലത്തെ ഉമ്മമാര് 999 നിങ്ങളുടെ പുറമെ ഇതുപോലെ ലൈനായി നിൽക്കുന്നുണ്ട്. ആ ഉമ്മമാർ ഓരോരുത്തരും നിരാഹാര സമരം നടത്തി. ഭക്ഷണം കിട്ടാതെ, ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ അവര് വീണ് 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 എന്റെ കൺമുമ്പിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. അവസാനം എന്റെ ഉമ്മയുടെ ഈ ഏക ബോഡി ബാക്കി നിൽക്കുന്നു. ബഖിയത്തു വാഹിദ, ഒന്നു മാത്രം ശേഷിച്ചു ഉമ്മ. ഇത് മാത്രം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് കെഞ്ചുന്നു, മോനെ മുഹമ്മദിന്റെ പാർട്ടി വിട്ടോ, അല്ലെങ്കിൽ അവസാനത്തെ ഉമ്മയായ ഞാനും പോവുകയാണ്. ഞാൻ നിന്റെ മുമ്പിൽ പെടഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞാൽ ഉമ്മ ഉറപ്പാണ്. 999 ഉമ്മമാര് എന്റെ മുമ്പിലാണ് വീണു മരിച്ചത്, ശരി തന്നെയാണ്. പക്ഷെ അവിടെന്ന് ഞാനങ്ങ് പ്രഖ്യാപിക്കും, ഉമ്മ പെടഞ്ഞങ്ങ് മരിച്ചോ, ഞാൻ മുഹമ്മദിന്റെ പാർട്ടി വിടില്ല. ഇത് പറയും ഉമ്മ, ഉറപ്പാണ്. അതിന് ധൈര്യമുണ്ടെങ്കിൽ തന്നാൽ മതി. അപ്പോഴാണ് ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ വെള്ളം കെട്ടെടുത്താണ്, വലിച്ചങ്ങ് കുടിച്ചു. നിരാഹാര സമരം പൊളിഞ്ഞു, വലിച്ചങ്ങ് കുടിച്ചു. ഈ സംഭവത്തെക്കുറിച്ചാണ് സൂറത്തുൽ ലുഖ്മാനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരായത്ത്. ഇത് സഅദ് ഇബ്നു അബീ വഖാസിന്റെ പേരിൽ ഇറങ്ങിയതാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. സൂറത്തുൽ ലുഖ്മാനിലെ 15-ാമത്തെ വചനം. വഇൻ ജാഹദാക, നിന്റെ മാതാവും പിതാവും നിന്നോട് സമരം നടത്തിയാൽ, നിന്നോടൊരു സമരത്തിനൊരുങ്ങിയാൽ, നിരാഹാര സമരമോ മറ്റേത് സമരമാവട്ടെ, നിന്നോട് അവർ നിർബന്ധം പിടിച്ചാൽ, അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി, നിനക്കെനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരുള്ളതറിയില്ല, അവരെ എന്നോടൊപ്പം പങ്കുചേർക്കണമെന്ന് പറഞ്ഞ നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യം അല്ലാഹ് പറഞ്ഞതിനെതിരെ ചെയ്യണമെന്ന് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നോട് പറഞ്ഞാൽ, ഫലാ തുതിഉഹുമാ, ആ ഉമ്മാനി ഉപ്പാനി മോനെ നീ അനുസരിക്കണ്ട. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ഈ ഭൂമി ലോകത്ത് അവരോടൊത്ത് സഹവസിച്ച് ജീവിച്ചോ, നല്ല നിനക്ക് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോ. അവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങളാകാം. രോഗമായി കിടക്കുമ്പോൾ മുശ്രിക്കത്തായ ഉമ്മക്ക് വേണമെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുത്തോ, ഡ്രസ്സില്ലാത്തപ്പോ ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തു കൊടുത്തോ, ഭക്ഷണമില്ലാത്തപ്പോ അത് എത്തിച്ചു കൊടുത്തോ, പ്രശ്നമില്ല. തങ്ങളോട് പലരും ചോദിച്ചിട്ടില്ലേ, എന്റെ ഉമ്മ മുശ്രിക്കത്താണ്, ഞാൻ അവരെ ചേർക്കട്ടെ ഉമ്മ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ സിലീഹ എന്നല്ലേ മറുപടി പറഞ്ഞത് ഒരു പെണ്ണിനോട് റസൂലുള്ളാഹ്. അതുപോലെ പുരുഷന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ആ വിഷയങ്ങളൊക്കെ പറയേണ്ടതായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. അസ്മാ ബിവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. എങ്കിൽ ഇപ്പൊ ഇത്രയും കേട്ടപ്പോ കുറെ ആളുകൾക്ക് വിഷമായിട്ടുണ്ടാവും. ഇനി 2 മിനിറ്റാണുള്ളത്, അതുകൊണ്ട് ഇപ്പൊ എന്തൊക്കെ പറയും? ആകെ 2 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർക്കുകയാണ്. കുറെ ആളുകൾക്ക് ഇപ്പൊ 1.5 കൂടെ ഇങ്ങനെ കേട്ടപ്പോ, സംഗതി ഉസ്താദേ ഞാനിപ്പോ വേണ്ടത്രയൊന്നും കാര്യഗൗരവം ഉണ്ടായില്ല, ഉമ്മിപ്പോ പള്ളിക്കാട്ടില്ല, ഓല് പോയി, ഇനിയിപ്പോ ഇത് വീണ്ടെടുക്കാൻ വല്ല മാർഗം ഉണ്ടോ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അല്ലാത്തവർക്ക് എന്തായാലും ഇന്ന് തൊട്ട് ഉമ്മയുപ്പയായിട്ടുള്ള സഹവാസവും ബന്ധവും ഒന്ന് മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ മരിച്ചുപോയവർ എന്ത് ചെയ്യും? തങ്ങളോട് ചോദിക്കുന്നു, ഇത് ജാഹു റജുലുൻ മിൻ ബനീ സലമത ഫഖാല യാ റസൂലല്ലാഹ് ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ അബുറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, എന്റെ ഉമ്മക്കും ഉപ്പക്കും അവരുടെ മരണശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല നന്മയും എന്റെ അക്കൗണ്ടിലുണ്ടോ നബിയേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? നഅം അസ്സലാത്തു അലൈഹിമാ, ആ മാതാപിതാക്കളുടെ മേലിൽ നിസ്കരിക്കലാണ്. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ,
അവർക്ക് വേണ്ടി പാപമോചനം തേടലാണ്. വഇൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവർ നേരത്തെ ചെയ്തു പോയ വസിയ്യത്തുകൾ നടപ്പിലാക്കലാണ് അവരുടെ മരണശേഷം. വസിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കലാണ്. അല്ലദീ ലാ യൂസലു ഇല്ലാ ബിഹിമാ, മാതാപിതാക്കളെ കൊണ്ടല്ലാതെ ചേർക്കാൻ പറ്റാത്ത കുടുംബബന്ധം. മാതാപിതാക്കളുടെ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, അനുജത്തിമാരെ, ജ്യേഷ്ഠത്തിമാരെ, ഇവരെയൊക്കെ നിങ്ങൾ അനുസരിക്കുക, അവരെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കുക. വഇക്റാമു സ്വദീഖിഹിമാ, നിങ്ങളെ മാതാപിതാക്കളുടെ ചങ്ങാതിമാരെ നിങ്ങൾ ആദരിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ശേഷമുള്ളതാണ്. അതിനിപ്പോ എന്താ നമ്മളെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്നത്? നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഇതൊക്കെ റെഡിയാണ്. മരിച്ചതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഒന്ന് നിസ്കരിക്കുക, ഇസ്തിഗ്ഫാർ ഇല്ല, ദുആർക്ക, അതൊക്കെ. അതിനിപ്പോ മരിച്ച വാപ്പാക്ക് വേണ്ടി ദുആർക്കാൻ വേണ്ടി കൈയാണ് പൊക്കുമ്പോ മകനും മൂത്ത മകനും അല്ലെങ്കിൽ ചെറിയ മകനും ഒക്കെ കാളിയാരെ വലത്തേ പുറത്തും ഇടത്തേ പുറത്തും ഒക്കെ ഉണ്ട്. ആ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോഴാണ് അതിന്റെ ഇടയിൽ നടുത്ത മോൻ ചാടിയിട്ട് അങ്ങേ പുറത്ത് പോയിട്ട് കുപ്പയെ നിൽക്കുന്നത്. അങ്ങനെ കുന്തം പോലെ നിൽക്കുക കുപ്പയിൽ. ഓതിലൊന്നും കൂടുന്നില്ല, ഓനിതിലൊന്നും കൂടുന്നില്ല. തന്റെ ഉമ്മാക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ, ഇതെവിടെ ശിർക്കാന്ന് ഇവൻ കണ്ടെന്നറിയില്ല, പക്ഷെ അവിടെ പോയി നിൽക്കുകയാണ്. ഇത് പറയുന്നതിൽ എന്ത് വിരോധം? മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? അവിടെയാണ് അവൻ അവിടെ പോയി നിൽക്കുന്നത്. അവൻ കുപ്പയെ പോയി. പിന്നെ ഇവര് ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ ഓടി വന്നിട്ട് മയ്യത്തും കെട്ടിന്റെ കാല് പിടിക്കാൻ പഹയണം. ഇതാണ് ഉണ്ടാകാറ്. വല്ലാത്ത വിഷമുണ്ട്. അതുകൊണ്ട് പറയാനാണ്, ഒരിക്കലും ഇതുണ്ടാവരുത്. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് പള്ളിയിൽ കൂടെ കയറി പോരുമ്പോൾ ആ മാതാപിതാക്കളെ ഒന്ന് സന്ദർശിക്കണം, അവരെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്ത് ഖുർആൻ ഓതുക, മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മേൽ ഖുർആൻ ഓതുക. ഈ ഖുർആൻ ഓതാൻ മടി കാണിക്കുന്ന കുറെ ആളുകൾ, ഓതുന്നവരെ ബലാത്കാരമായി പിടിച്ചു മാറ്റുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പലരുമുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകരുതേ എന്ന് കൂട്ടത്തിൽ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ. അത്രമാത്രമേ അത് പറയാൻ സമയമുള്ളൂ. അതുകൊണ്ടാണ് മരിച്ചുപോയാൽ നബിതങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം? ഇതിപ്പോ തെറ്റ് ചെയ്തോലെ കഥയല്ല. തെറ്റു ചെയ്തു ജീവിതത്തിൽ മാതാപിതാക്കൾ വെറുപ്പിച്ചിട്ടേ ഉള്ളൂ, മരിച്ചുപോയാൽ ഇനി എങ്ങനെ പൊറുപ്പിക്കും? നബിതങ്ങളോട് ചോദിച്ചു ഒരാൾ. ഇന്നൽ അബ്ദ, നബിതങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയമൂതു വാലിദാഹു ഔ അഹദുഹുമാ വ ഇന്നഹു ലഹുമാ, ഇവന്റെ മാതാപിതാക്കൾ മരിച്ചു, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ രണ്ടാളും മരിച്ചു, ഇന്നഹു ലഹുമാ, ഇവൻ അവരെ രണ്ടാളെയും വെറുപ്പിച്ചവനാണ്. ഈ നിലക്കാവൂല് മരിച്ചു പോയത്. എന്നാൽ എന്താ മാർഗം? നബിതങ്ങൾ പറഞ്ഞു, ഫലാ യസാലു യദ്ഉ ലഹുമാ ഹത്താ യക്തുബഹുല്ലാഹു ബാറം ബിഹിമാ, ഓല കബറിനെ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞു ദ്വാരക്കനെ, അള്ളാഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ആളാണ് എന്ന് അള്ളാണ്ട് എഴുതട്ടെ, അതുവരെ പൊട്ടിക്കരയണം. അപ്പൊ അതിന് ലിമിറ്റൊന്നുമില്ല, കുറെ കാലം കരഞ്ഞോ. മാതാപിതാക്കളുടെ ഖബറുകൾ കിടന്ന് പൊട്ടിക്കരയു സുഹൃത്തെ, എങ്കിലേ ഇതൊക്കെ പൊറുക്കുള്ളൂ. എന്നിട്ട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, അവർക്ക് വേണ്ടി ഫാത്തിഹ സൂറത്ത് ഓതി അതിയെ ചെയ്യും. എന്നാ നിന്റെ പാപം അള്ളാഹു പുറത്തു തരും. നബി പറഞ്ഞാണല്ലോ, ദ്വാരന്നാൽ അവസാനം അള്ളാഹു ഇത് എഴുതുന്നു. ആ എഴുതുന്നവരെ നീ ദ്വാരക്കണം. അതിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല. മരിക്കോളം മാതാപിതാക്കൾ ഖബറുകൾ ചെല്ലുമ്പോ ഒക്കെ മാതാപിതാക്കളോട് കാണിച്ച കടുപ്പൊന്ന് കൊടുത്താളാം. അപ്പൊ അങ്ങ് കരയും. എന്നിട്ട് മരിക്കാത്തവർ ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തോ. ഇനിയെങ്കിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ ജീവിച്ച് അവരോട് നല്ല ബന്ധം പുലർത്തി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ദുആ ചെയ്തിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഒരു തമ്മിൽ മസ്ലഹത്തുണ്ടാക്കി തരണം റഹ്മാനെ. പഠിച്ചവനെ, ഈ വേദിയോട് സഹകരിച്ചതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാർ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങൾ നീ അകറ്റിത്തരണം അല്ലാ. ആവശ്യങ്ങൾ വീട്ടിത്തരണം അല്ലാ. റാഹത്തും സന്തോഷവുമാക്കി തരണം അല്ലാ. ഒരു നിലക്കും നീ വിഷമിപ്പിക്കല്ല അല്ലാ, കഷ്ടപ്പെടുത്തല്ല അല്ലാ, വിഷമിപ്പിക്കല്ല. ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞവരൊക്കെ മാതാപിതാക്കളുടെ കേസാണ്.